ചെമ്പനീർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ശ്രുതിയും ഇങ്ങനെ ഷോറൂമിൽ ഇരിക്കുന്ന ടൈമിൽ ശ്രുതിയുടെ ഷോറൂമിലെ സ്റ്റാഫ് ഒരു സഞ്ചിയുമായിട്ട് വരുവാണ്. മഞ്ഞ കളറുള്ള സഞ്ചിയും കൊണ്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇതെന്താണ് നിന്റെ കയ്യിലൊരു മഞ്ഞ സഞ്ചിയൊക്കെ? അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സർ ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ വാതിക്കലിരിക്കുന്നു. നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു, ഡോറിൻ്റെ സൈഡിൽ. ഞാൻ ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും, എടുത്തുകൊണ്ട് പോവും എന്നൊക്കെ ഓർത്തു. പക്ഷെ ആരും കൊണ്ടുപോകുന്നില്ല, ഇതങ്ങനെ തന്നെ ഇരിക്കുവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, നീ അത് തുറന്നു നോക്കിയോ? അതിലെന്താ വല്ല കാശും പണമൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട്, ഞാൻ തുറന്നു നോക്കിയില്ല, എടുത്തപടി അങ്ങനെ കൊണ്ടുവന്നതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ സഞ്ചി മേടിച്ച് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 3 മുട്ടയാണ്. മുട്ടക്കാണെങ്കിൽ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ഉണ്ട്. ഇതെന്താടാ മൊട്ടയോ? ഇതാരാടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും വേറൊരു സ്റ്റാഫ് വന്നിട്ട് പറയും, സാർ അതിൽ തൊടല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് പേടിയാവേ. എന്താ എന്താ തൊടല്ലേ എന്ന് പറഞ്ഞത്? സാർ, എൻ്റെ നാട്ടിൽ പണ്ട് എൻ്റെ അപ്പൂപ്പനും ഇതുപോലൊരു ഷോറൂം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ ഷോറൂം ആയിരുന്നു. ആ ഷോറൂമിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ഇതുപോലെ മുട്ടകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ ഞങ്ങളുടെ കച്ചവടം മൊത്തമായിട്ട് പൊളിഞ്ഞു പോവുകയും ചെയ്തു. എൻ്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സാറിന് മനസ്സിലായില്ലേ, ഇത് കൂടോത്രം ചെയ്ത മുട്ടയാ. സാറിൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോകാൻ വേണ്ടി സാറിനോട് ശത്രുതയുള്ള ആരോ കൊണ്ടുവന്ന് വെച്ചതാന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. നീ സത്യമാണോടോ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാഫ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സാർ കള്ളം പറയുന്നത്, അനുഭവത്തിൻ്റെ പുറത്ത് പറയുക, കണ്ടില്ലേ മുട്ടയിൽ കണ്ണും മൂക്കൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും, ശ്രുതി ഇനി ആ സച്ച് വല്ലതും ആയിരിക്കും ഇങ്ങനെ ചെയ്തത്, അവന് ഞങ്ങൾ ബിസിനസ് വളരുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ, അവൻ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി വെറുതെ ഓരോന്നൊന്നും പറയില്ലേ, ഇത് ആ മുട്ടയൊന്നും ആയിരിക്കും. ശ്രുതി പക്ഷേ ഇതൊന്നും വിശ്വസിക്കുന്നില്ലേ. ശ്രുതിനറിയാലോ, ഒരു ചെറിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അന്ധവിശ്വാസം കൂടുതലുള്ള ആളായതുകൊണ്ട് തന്നെ ആ സ്റ്റാഫ് പറഞ്ഞതിലൊക്കെ വിശ്വസിക്കുവാണ്. ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ടൈമിൽ ആനന്ദ് വരുവാണേ. ആനന്ദ് വന്ന് ചോദിക്കും, ഇതെന്താടാ നിന്റെ ഷോറൂമിൽ മുട്ടക്കച്ചവടം തുടങ്ങിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എടാ അതിൽ തൊടല്ലേ എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് ചോദിക്കും, എന്താ തൊട്ടാൽ? ഇത് കൂടോത്ര മുട്ടയാന്ന് പറയുമ്പോഴേക്കും ആനന്ദ് ഷോറൂമിൽ നിന്നും ഓടിപ്പോവാണേ. ശ്രുതി പുറകെ പോയി പിടിച്ചു നിർത്തിയിട്ട്, എന്താ ആനന്ദ്, എന്തിനാ നീ ഇങ്ങനെ ഓടുന്നതെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ കൂടോത്ര മുട്ട ഷോറൂമിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് പോലും കേടാ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്കൊന്നുകൂടെ പേടിയാവാണേ. എടാ ആനന്ദേ, നീ വേണം ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ, ഞാൻ എന്തെയ്യോടാ, ആരുടെ പണിയാണെന്നറിയില്ല, ഇങ്ങനത്തെ മുട്ടകൾ എൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും പോയി, എൻ്റെ ബിസിനസ് ഒക്കെ ഇനി പൊളിഞ്ഞു പോവും, നീ എന്നെ ഒന്ന് സഹായിക്കുക ആനന്ദേ, ഞാനിനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ടേ, എടാ എനിക്കറിയാവുന്നൊരു ജോത്സ്യനുണ്ട്, നമുക്ക് അയാളെ പോയി ഒന്ന് കണ്ടാലോ, അയാളുടെ കയ്യിൽ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഒന്നും നോക്കാതെ ശ്രുതിയെയും കൂട്ടി ആ ജോത്സ്യനെ കാണാൻ വേണ്ടി പോവാണ്. ശ്രുതിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ. ശ്രുതി അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രുതി ഇതൊന്നും വിശ്വസിക്കല്ലേ, ഇതൊക്കെ വെറുതെയാ, കൂടോത്രം എന്നൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വിശ്വസിക്കുന്നില്ല. നീ മിണ്ടാതിരിക്കും ശ്രുതി, ഞാൻ എന്തായാലും ജോത്സ്യനെ കണ്ടട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറയുവാണ്. എൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോകുന്നത് കുഴപ്പമൊന്നുമില്ല, ഇനി അയാൾ പറഞ്ഞതുപോലെ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നെങ്ങാനും ചത്തുപോയാലോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യാന്നൊക്കെ പറഞ്ഞ് ശ്രുതി വിഷമിക്കുവാണ്. അങ്ങനെ ഇവരുടെ ടൈം ആകുമ്പോഴേക്കും ഇവർ ജോത്സ്യൻ്റെ മുറിയിലോട്ട് കയറുവാണ്. എന്നിട്ട് ശ്രുതി ആ മുട്ടകൾ ജോത്സ്യൻ്റെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കും. ജോത്സ്യൻ ഇങ്ങനെ അതിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് ശ്രുതിയെയും നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതെൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നതാ, കൂടോത്ര മുട്ടയാണെന്നാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ജോത്സ്യം പറയുന്നുണ്ട്, അതിലൊരു സംശയവും വേണ്ട, ഇത് കൂടോത്ര മുട്ട തന്നെയാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് പിന്നെ വിഷമാവുകയാണ്. അപ്പോൾ ജോത്സ്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വളർച്ചയിൽ കുശുമ്പുള്ള ആരോ ആണ് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്തിട്ടിരിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു പോകാൻ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ മുട്ടയുടെ ഫലം ഇല്ലാതാവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറയുവാണ്. അപ്പോൾ ജോത്സ്യൻ ഒന്ന് കണ്ണുപൂട്ടി ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയെയാണെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിയെ സൂക്ഷിച്ചു നോക്കുവേ. അപ്പോൾ തന്നെ ശ്രുതി പറയും, ശ്രുതി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ അമ്മയെ ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതല്ലേ, എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്ന് ജോത്സ്യനോട് പറയുമ്പോഴേക്കും ജോത്സ്യം പറയുന്നുണ്ട്, എന്നാൽ ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ കൂടോത്ര മുട്ടയുടെ ഫലം നിങ്ങളുടെ അമ്മയെയും ബാധിക്കും. അപ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടെ ടെൻഷനാവും, എൻ്റെ അമ്മയും ബാധിക്കുമെന്നോ, എന്തൊക്കെയാ പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ അമ്മയല്ലേ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫലം അവരും കൂടി അനുഭവിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എന്നാൽ എന്ത് പ്രശ്ന പരിഹാരങ്ങളും വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും
ജോത്സ്യൻ ഒന്ന് വെച്ച് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ഒരു ദിവസം മുഴുവൻ വ്രതം എടുക്കണം. നിങ്ങളും നിങ്ങളുടെ അമ്മയും. അതുമാത്രമല്ല അമ്പലത്തിന് ചുറ്റും നിങ്ങൾ വേപ്പില കൊണ്ട് ഉടുപ്പുണ്ടാക്കി ചുറ്റി പ്രദക്ഷിണം വെക്കണം എന്നൊക്കെ പറയുവാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മ മഞ്ഞ സാരി ഉടുത്ത് കയ്യിൽ തീച്ചട്ടിയായിട്ട് അമ്പലത്തിന് 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, തീച്ചട്ടിയോ? അയ്യോ, കൈ പൊള്ളൂലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ജോത്സ്യം പറയുന്നുണ്ട്, ഈ മുട്ടയുടെ ഫലങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതേയുള്ളൂ വഴി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി, എന്നാൽ ശരി, എനിക്ക് ആപത്തൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത് ചെയ്യണമല്ലേ, ഞാൻ ചെയ്തോളാം. അപ്പോൾ അതുവരെ ഈ മുട്ട എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ജോത്സ്യം പറയുന്നുണ്ട്, ഈ മുട്ടക്ക് ഒരു കേടുപാടും വരാതെ നിങ്ങളുടെ ഷോറൂമിൽ തന്നെ സൂക്ഷിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുട്ട കടലിലൊഴുക്കി കളയണം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ശ്രുതിയും കൂടി നേരെ വീട്ടിലോട്ട് പോവാണ് വിഷമിച്ചിട്ട്. വീട്ടിലെത്തിയിട്ട് ചന്ദ്രയെ മുറിയിലോട്ട് വിളിച്ചോണ്ടും പോകുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ചോദിക്കും, അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, അതിലെന്താ ഇത്ര സംശയം, എനിക്കിഷ്ടം നിന്നെയാടാ ശ്രുതി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, കണ്ടോ ശ്രുതി, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞാനേ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കും, നീ പറയടാ, എന്താ വിഷയം എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഇന്ന് ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 3 മുട്ടകൾ കിട്ടി, അത് കൂടോത്ര മുട്ടയാണെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, കൂടോത്ര മുട്ടയോ? ഹേ, അത് നിന്നെ ആരോ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇല്ലമ്മേ, ഞങ്ങൾ ജോത്സ്യനെയൊക്കെ പോയി കണ്ടു, അയാളും അത് തന്നെയാണ് പറഞ്ഞത്, ഇതാരോ പൂജിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാ, എൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോകാൻ വേണ്ടി ചെയ്തതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, ആണോ? എന്നിട്ട് ജോത്സ്യൻ എന്തു പറഞ്ഞു, പ്രശ്നപരിഹാരങ്ങൾ വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പറഞ്ഞമ്മേ, എന്നോട് അമ്പലത്തിന് ചുറ്റും വേപ്പില കൊണ്ട് ഉടുപ്പുണ്ടാക്കി ചുറ്റണം എന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് അത്രക്ക് പേടിയുണ്ടെങ്കിൽ, ആ മുട്ടയിൽ അത്രക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്തോ, അപ്പോൾ പിന്നെ നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല അമ്മയും പ്രദക്ഷിണം വെക്കണം എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ ചന്ദ്ര പറയും, ഞാൻ എന്തിനാടാ പ്രദക്ഷിണം വെക്കുന്നേ, നിന്റെ ഷോറൂമിൽ വെച്ച മുട്ട കൊണ്ട് നിനക്കല്ലേ ദോഷം ഉണ്ടാവുന്നേ, അപ്പോൾ നീയല്ലേ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ജോത്സ്യൻ ചോദിച്ചു എനിക്കിഷ്ടം ആരെയാണെന്ന്, ഞാൻ അമ്മയുടെ പേരാ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാടാ എൻ്റെ പേര് പറഞ്ഞത്, നിനക്ക് നിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, ആൻറ്റി, അപ്പോൾ എനിക്ക് എന്തായാലും കുഴപ്പമില്ലല്ലേ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, നിങ്ങളൊക്കെ ചെറിയ പ്രായമല്ലേ, എന്ത് പ്രശ്ന പരിഹാരങ്ങൾ വേണമെങ്കിലും ചെയ്തോളും, പക്ഷെ എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുമോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഒരു ദിവസം ഫുള്ളും നോമ്പെടുക്കണം, ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല, അമ്മ തീ ചട്ടിയും കൊണ്ട് അമ്പലത്തിന് ചുറ്റും നടക്കണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്നെക്കൊണ്ട് പട്ടിണി കിടക്കാനൊന്നും പറ്റത്തില്ല, എന്ത് വിശേഷ ദിവസം വന്നാലും പട്ടിണി കിടന്നുള്ള ഒരു വ്രതവും ഞാൻ പിടിക്കാറില്ല, എനിക്കങ്ങനെ വിശപ്പ് സഹിച്ച് നിൽക്കാൻ പറ്റില്ല ശ്രുതി, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും മുറിയിൽ നിന്നും പോവാണേ. അപ്പോഴേക്കും ശ്രുതിയും പുറകെ പോകുന്നുണ്ട്. അമ്മേ, പറയുന്നതൊന്ന് കേക്ക്, ഇത് ചെയ്താലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അമ്മക്ക് കൂടിയ ദോഷം, അമ്മ എളുപ്പം മരിച്ചു പോകും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ശ്രുതിയെ നോക്കുവേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയാണ് ആൻറ്റി ജോത്സ്യം പറഞ്ഞത്, അമ്മയ്ക്കും കൂടി ആപത്താ, ജീവന് വരെ ആപത്താന്ന് പറയുവാണ്. പക്ഷെ ചന്ദ്ര അപ്പോഴും വിശ്വസിക്കുന്നില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യേ, ഞാൻ ചെയ്യത്തില്ല, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പോകുമ്പോഴേക്കും മുകളിലുള്ള ഫാൻ അങ്ങനെ ഇടിഞ്ഞ് താഴെ വീഴുവാണേ, ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ചന്ദ്രയുടെ തലയിലോട്ട് തന്നെ വീഴാനേ. ചന്ദ്ര ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ അമ്മേ, ആ ഫാൻ അമ്മയുടെ തലയിലോട്ടാ വീണിരുന്നെങ്കിലോ അമ്മ ചത്തുപോയാനായിരുന്നു, ഇതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ആ മുട്ട കൊണ്ടുള്ള ദോഷങ്ങളാ, അമ്മ ചെയ്തേ പറ്റുള്ളൂ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കും പേടിയാവുന്നുണ്ട്, ഈ ഫാൻ എങ്ങാനും തൻ്റെ തലയിൽ വീണിരുന്നെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട്. ചന്ദ്ര വേറെ നിവർത്തിയില്ലാതെ, ശരി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അവർ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നോമ്പ് പിടിക്കാൻ തുടങ്ങുവാണേ. അതായത് ഒരു ദിവസം മുഴുവൻ പട്ടിണി, വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ചന്ദ്രക്കാണെങ്കിൽ വിശപ്പ് സഹിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും രേവതിയൊക്കെ ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുവാണ്. അതിൻ്റെ മണം കൊണ്ട് നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കും ഒന്നും ഇരിക്കപ്പുറതിയില്ല കേട്ടോ. ശ്രുതിക്ക് സന്തോഷമാവാണ്, കാരണം ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ മണവും വിശപ്പും സഹിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും, നിങ്ങൾക്ക് ഞങ്ങൾ വ്രതം പിടിക്കുമ്പോൾ തന്നെ വേണമായിരുന്നോ ഇങ്ങനൊരു ബിരിയാണി ഉണ്ടാക്കലെന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ
പിന്നെ വേറെ എപ്പോൾ ഉണ്ടാക്കാനാ, എൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുവാണ്. അതായത് രേവതിക്ക് ഒരു വലിയൊരു പൂവിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ നാളത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ വിശപ്പും സഹിച്ച് മണവും പിടിച്ച് ചന്ദ്രയും സുധിയും ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അവരുടെ അമ്പലത്തിൽ പോയിട്ടുള്ള അടുത്ത പരിഹാരങ്ങൾ ചെയ്യൽ. അതായത് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കലും അങ്ങനെ ഈ മൊട്ട കാരണമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.